Hi, good morning, dearies. Welcome back to my class. How are you? Let me start today's class. That is Childhood, a poem Childhood by Rainer Maria Rilke. Or Rilke. We started discuss about the background information of the poem. In order to understand the poem Childhood, we have to know more about the poet Childhood. Austro-German poet who didn't get happy and carefree childhood. He was the only child of German-speaking parents. All others speak Czech language. So he is very struggled. He has struggled to study in a military boarding academy because of he speaks German language. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പോയറ്റാണ് ഇതിൽ സംസാരിക്കുന്ന ആൾ. പോയറ്റ് ഈസ് എ സ്പീക്കർ. പോയറ്റിനെ ഡിഡിൻ ഗെറ്റ് ഹാപ്പി ചൈൽഡ്ഹുഡ്. ഹിസ് പാരൻസ് സെപ്പറേറ്റഡ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ അച്ഛൻ മിലിറ്ററി സ്കൂളിൽ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അയാൾ എന്ത് ചെയ്തു, ലീവ് ചെയ്തു. കാരണം എന്താ, പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ പോയമിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അയാൾ ജർമ്മനാണ് സംസാരിച്ചിരുന്നത്, ബാക്കിയെല്ലാം ചെക്ക് ലാംഗ്വേജാണ് സംസാരിച്ചിരുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറയുമ്പം അയാൾ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ആദ്യമേ അറിയണം. അതുകൊണ്ടാണ് പോയറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ അറിയണമെന്ന് പറയുന്നത്, ബയോഗ്രഫി നമ്മൾ അറിയണമെന്ന് പറയുന്നത്. ഹി റോട്ട് 3 poems about childhood. First one is our poem, prescribed poem Childhood. Second one is Duration of Childhood. Third one is The Child. ഇതൊക്കെയാണ് Childhood, Duration of Childhood, The Child. These are the 3 poems written by Rilke on the theme childhood. ഓക്കെ, ഇതിൽ ചൈൽഡ്ഹുഡും പിന്നെന്താണ് പാസേജ് ഓഫ് ടൈമും അല്ലേ പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Childhood. It would be good to give much thought before you try to find words for something so lost. For those long childhood afternoons you knew that vanished so completely, and why? It would be good to give much thought. It is better to give more thought before you try to find words for something so lost. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒന്നിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണമെങ്കിൽ യു ഹാവ് ടു തിങ്ക് എ ലോട്ട്. നിങ്ങൾ ഒരുപാട് അതിന് മുമ്പ് ചിന്തിച്ചിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല. വി ഹാവ് ടു തിങ്ക് എ ലോട്ട് ബിഫോർ സ്പീക്കിംഗ് അബൌട്ട് ദ തിങ്സ് വി ഹാവ് ലോസ്റ്റ്. നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഫോർ ദോസ് ലോങ് ചൈൽഡ്ഹുഡ് ആഫ്റ്റർനൂൺ യു ന്യൂ ദാറ്റ് വാനിഷ് സോ കംപ്ലീറ്റ്ലി, ആൻഡ് വൈ? ഫോർ ദോസ് ലോങ് ചൈൽഡ്ഹുഡാണ് സാധാരണഗതിയിൽ നമുക്കൊക്കെ ഉണ്ടാവുക. പൊതുവേ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാപ്പി ആൻഡ് കെയർ ഫ്രീ ചൈൽഡ്ഹുഡാണ് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അത് ലോങ് ആയിട്ട് തോന്നില്ല. നമുക്ക് പെട്ടെന്ന് അവസാനിക്കുന്ന വെരി ഷോർട്ടായിട്ടാണ് നമുക്ക് ചൈൽഡ്ഹുഡ് എന്നുള്ള പീരിയഡ് ഫീൽ ചെയ്യുക. ഈവൻ വി ആർ ലിവ്ഡ് ഇൻ എ ഹാപ്പി കണ്ടീഷൻ. നമ്മൾ നല്ല ഹാപ്പി കണ്ടീഷനിൽ സാധാരണ മക്കളെ പോലെ ജീവിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തീരുന്ന പോലെയാണ് തോന്നുക. പക്ഷേ നമ്മളെ പോയറ്റിന് ബിക്കോസ് ഓഫ് ഹാർഡ്ഷിപ്പ് ഹി undertook in his childhood, he feels those long childhood afternoon you knew that vanished so completely. അത് പെട്ടെന്ന് ഡിസപ്പിയർഡ്. ദാറ്റ് വാനിഷ് മീൻസ് ഡിസപ്പിയർഡ് സോ കംപ്ലീറ്റ്ലി. അത് മൊത്തത്തിലും ഡിസപ്പിയർ ചെയ്തു. വൈ പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്? മീൻസ് അയാൾക്ക് തന്നെ ഈസ് വെറീഡ് അബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ്. ആ ലോങ് എന്നുള്ള വേർഡ് ഓർത്ത് വെക്കണേ. നമ്മൾ ചൈൽഡ്ഹുഡിനെ കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ മുൻപ് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ പറയാണ് ആ ലോങ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡൊക്കെ ആഫ്റ്റർനൂൺസ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ദിവസങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് തീർന്നു പോയത് എന്ന് പറയാണ്. വി ആർ സ്റ്റിൽ റിമൈൻഡഡ് സംടൈംസ് ബൈ എ റെയിൻ,
but we can no longer say what it means. Life was never again so filled with meeting, with reunion, with passing on. Next stanza, we are still reminded. We means നമ്മളെ കൂടെ കൂട്ട് പറയാണ്, നമുക്കിപ്പോഴും ശരിക്കും ഇത് നമ്മളെ പോയിറ്റിൻ്റെ മാത്രം കാര്യമാണ്. എല്ലാവർക്കും അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇത് ജനറലൈസ് ചെയ്തിട്ടാണ് നമ്മളെ പോയിറ്റ് സംസാരിക്കുന്നത്. വി ആർ സ്റ്റിൽ റിമൈൻഡഡ്, വി ഹാവ് നൗ റീകോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോഴും റിമെമ്പേർഡ് സം ടൈംസ് ബൈ എ റെയിൻ. അപ്പം ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഓർമ്മ വരിക ഒരു മഴ പെയ്യുമ്പോഴാവും, അല്ലെങ്കിൽ മഴ കാണുമ്പോഴാവും. വി ഫീൽസ് മെനി തിങ്സ് ബട്ട് വി ക്യാൻ നോ ലോങ്ങർ സേ വാട്ട് ഇറ്റ് മീൻസ്. നമുക്ക് എന്താണ് ചൈൽഡ്ഹുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോഴും പറയാൻ അറിയില്ല. ബട്ട് വി റിമൈൻഡഡ് സംടൈംസ് ബൈ എ റെയിൻ ബട്ട് വി ക്യാൻ നോ ലോങ്ങർ സേ വാട്ട് ഇറ്റ് മീൻസ്. അതിൻ്റെ എക്സാക്റ്റ് മീനിങ് എന്താണെന്ന് അറിയില്ല. ലൈഫ് വാസ് നെവർ എഗെയിൻ സോ ഫിൽഡ് വിത്ത് മീറ്റിങ്സ്. നമ്മുടെ ലൈഫ് എന്താണ് പിന്നെയും നെവർ അഗെയിൻ സോ ഫിൽഡ് വിത്ത് മീറ്റിംഗ്. കുറേ മീറ്റിങ്സ് ഉണ്ട്, കുറേ ആൾക്കാർ കാണുന്നുണ്ട് നമ്മൾ. വിത്ത് റീയൂണിയൻസ്, ചില ആൾക്കാർ തിരിച്ചു വരുന്നവരുണ്ട്. വിത്ത് പാസിങ് ഓൺ, ചില ആൾക്കാർ പോകുന്നവരുണ്ട്. ഗോയിങ് പാസിങ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ചൈൽഡ്ഹുഡ്. ഫോർ മീ എക്സാക്ട്ലി ദാറ്റ് ഈസ് ചൈൽഡ്ഹുഡ്. വി ആർ സ്റ്റിൽ റിമൈൻഡഡ്, റീകോൾ സംടൈംസ് ബൈ എ റെയിൻ. ചിലപ്പോൾ ഒരു മഴ കാരണമാവാം. ബട്ട് വി ക്യാൻ നോ ലോങ്ങർ സേ വാട്ട് ഇറ്റ് മീൻസ്. അതെന്താ അർത്ഥമാക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ലൈഫ് വാസ് നെവർ അഗെയിൻ സോ ഫിൽഡ് വിത്ത് മീറ്റിങ്സ്. ലൈഫിൽ കുറേ എന്താ പറയുക കണ്ടുമുട്ടലുകളുണ്ട്. വിത്ത് റീയൂണിയൻസ്, തിരിച്ചുവരവുകളുണ്ട്. ആൻഡ് വിത്ത് പാസിങ് ഓൺ, കുറേ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നുണ്ട്, കുറേ ആൾക്കാർ വരുന്നുണ്ട്, ചില ആൾക്കാർ തിരിച്ചു വരുന്നവരുണ്ട്, ചില ആൾക്കാർ നമ്മളോട് ചിരിച്ചിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് ലൈഫ്, ദാറ്റ് ഈസ് ചൈൽഡ്ഹുഡ് ഫോർ മീ, ഫോർ അസ്. നമുക്കും അങ്ങനെ തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റാൻസ, ആസ് ബാക്ക് ദെൻ when nothing happened to us except what happened to things and creatures, we lived their world as something human and became filled to the brim with figures. പിന്നെ പറയാണ് ആസ് ബാക്ക് ദെൻ. പിന്നെ നമ്മൾ വരികയാണെങ്കിൽ വെൻ നത്തിങ് ഹാപ്പൻ ടു അസ്, നമുക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ മീൻസ് ചൈൽഡിന്, കുട്ടികൾക്ക്. വിത്ത് അസ് എക്സെപ്റ്റ് വാട്ട് ഹാപ്പൻ തിങ്സ് ആൻഡ് ക്രിയേച്ചേഴ്സ്, നമ്മൾ ചുറ്റുപാട് സറൗണ്ടിങ്സിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ കൂടെയുള്ള എക്സെപ്റ്റ് വാട്ട് ഹാപ്പൻ ടു തിങ്സ് ആൻഡ് ക്രിയേച്ചേഴ്സ്, നമ്മൾ ചുറ്റിലുള്ള സറൗണ്ടിങ്സിന് അല്ലെങ്കിൽ ക്രിയേച്ചേഴ്സിനും തിങ്സിനൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. വി ലിവ്ഡ് ദെയർ വേൾഡ് ആസ് സംതിങ് ഹ്യൂമൻ, നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണ്. ആസ് എ സംതിങ്, അവരുടെ കൂടെയൊക്കെ നമ്മൾ മിംഗ്ലായി ജീവിക്കുന്നത് എന്താണ്, അവരൊക്കെ നമ്മളെ കൂടെയുള്ള ആൾക്കാർ ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലേ. ആൻഡ് ബിക്കം ഫിൽഡ് ടു ദ ബ്രിങ് വിത്ത് ഫിഗേഴ്സ്, നമ്മൾ ഒരുപാട് കാര്യം ബിക്കം ഫിൽഡ് വിത്ത് ബ്രിങ് വിത്ത് ദ ഫിഗേഴ്സ് ആണ്. എന്താ ഫിൽഡ് വിത്ത് ആണ് ഹാപ്പി വിൽ ബ്രിങ് ആണ് ഹാപ്പിനെസ് ആണ്. ബ്രിങ് വിത്ത് ഫിഗേഴ്സ്, കുറേ ഫിഗേഴ്സ്, കുറേ ആൾക്കാർ അതിലുണ്ടാവും. മീൻസ് നമ്മളെ കൂടെ നമ്മളെ ചുറ്റിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഒരു മീനിങ് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വിവിധ ചിത്രങ്ങളാൽ, ഫിഗേഴ്സോടെ ഉദ്ദേശിക്കുന്ന ചിത്രങ്ങളാണ്. വി ലിവ്ഡ് വിത്ത് ദർ വേൾഡ് ആർ സംതിങ് ഹ്യൂമൻ ആൻഡ് ബിക്കം ഫിൽഡ് വിത്ത് ദ ബ്രീം വിത്ത് ഫിഗേഴ്സ്. നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുമ്പോൾ വി ആർ ഹാപ്പി. അതാ പറഞ്ഞത് കേട്ടോ. ബാക്ക് ദെൻ വെൻ നത്തിങ് ഹാപ്പൻ ടു അസ് എക്സെപ്റ്റ് വാട്ട് ഹാപ്പൻ ടു തിങ്സ് ആൻഡ് ക്രിയേച്ചേഴ്സ്. തിങ്സിനും ക്രിയേച്ചേഴ്സിനും ജീവികൾക്കും സംഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ, നമുക്ക് പ്രത്യേകിച്ചും സംഭവിക്കുന്നത്. വി ലിവ്ഡ് ദർ വേൾഡ് ആർ സംതിങ് ഹ്യൂമൻ, നമ്മൾ ഇവരൊക്കെ മനുഷ്യരാന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്നുണ്ട്. ആൻഡ് ബിക്കെയിം ഫിൽഡ് വിത്ത് ദ ബ്രിങ് വിത്ത് ഫിഗേഴ്സ്, ഒരുപാട് പിക്ചേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ബിക്കെയിം ആസ് ലോൺലി ആസ് ഷെപ്പേർഡ് ആൻഡ് ആസ് ഓവർബർഡൻഡ് ബൈ വാസ്റ്റ് ഡിസ്റ്റൻസസ് ആൻഡ് സമ്മൺഡ് ആൻഡ് stirred as from far away, and slowly, like a long new thread introduced into the picture's sequence, were now having to go on bewilders us. Now, last stanza ആണ്. And became as lonely as shepherd. We became, the child became as lonely as shepherd. ഒരു ആട്ടിടയനെ പോലെ എന്താവുന്നുണ്ട്, ഒരു ആട്ടിടയനെ പോലെ ആയി മാറുകയാണ്. The became as lonely as a shepherd. Shepherd is always alone. Loneliness of the shepherd. അപ്പോൾ നാട്ടിടേനെ പോലെ ലോൺലിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ആസ് ഓവർ ബേർഡൻ ബൈ വാസ്റ്റ് ഡിസ്റ്റൻസ്. ദ ഷെപ്പേർഡ് ഈസ് ഓവർ ബേർഡൻ ബൈ ദി വാസ്റ്റ് ഡിസ്റ്റൻസ്. ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാവും നമ്മളെ വീടും ആട്ടിടേൻ്റെ വീടും ആട്ടിടൻ ഇപ്പം ആടിനെ മേയ്ക്കുന്ന സ്ഥലവും തമ്മിൽ. അതുപോലെയാണ് ചൈൽഡ്ഹുഡ്.
ഒരുപാട് എന്താ പറയുക ചൈൽഡ്ഹുഡിൽ ഈ നമ്മളെ പോയിട്ട് ശരിക്കും അങ്ങനെയായിരുന്നു, ഒരു ആട്ടിടേനെ പോലെ ആയിട്ട് കമ്പയർ ചെയ്യണം. അപ്പം ആസ് വെക്കുമ്പോൾ അത് എക്സാമ്പിൾ എന്ത് ഫിഗർ ഓഫ് സ്പീച്ചാണ്? നോ ഡൗട്ട് സിമിലിയാണ് കേട്ടോ. അപ്പം ആസ് ബിക്കേം ആസ് ലോൺലി ആസ് ഷെപ്പേർഡ് എന്നുള്ളത് സിമിലിക്ക് എക്സാമ്പിളാണ്. അപ്പം ഷെപ്പേർഡിനെ പോലെ ഒറ്റപ്പെട്ടു എന്ന് പറയുന്നത്. ആൻഡ് ഓവർ ബേർഡൻ ബൈ ദ വാസ്റ്റ് ഡിസ്റ്റൻസ് കാരണം ഓവർ ബേർഡൻ ആയിട്ടുണ്ട് എന്ന് പറയുന്നത്. ആൻഡ് സമ്മൺ ആസ് സ്റ്റിയർഡ് ആസ് ഫ്രം ഫാർ അവേ, അങ്ങനെ റീകോൾ നമ്മൾ തിരിച്ചു വിളിക്കുക. സമ്മൺ ആസ് സ്റ്റിയർഡ് ആസ് ഫ്രം ഫാർ അവേ, നമ്മൾ കുറേ ദൂരത്തു നിന്ന് വിളിക്കപ്പെട്ട പോലെ. എങ്ങോട്ട്? സ്ലോലിയിലേക്ക് ലോങ് ന്യൂ ത്രെഡ്, ഒരു പുതിയ ചരട്, ഏകാന്തത അനുഭവപ്പെട്ട സാവധാനം ഒരു പുതിയ നീളമുള്ള ചരട് എന്ന പോലെ അവർ ജീവിതത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ഒരു എന്താ പറയുക, ഒരു പുതിയ ചരട് എന്ന പോലെ, ഒരു ന്യൂ ഹോപ്പാണത് അല്ലേ. ലോങ് ന്യൂ ത്രെഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പിക്ചേഴ്സ് സീക്വൻസ് വെർ നൗ ഹാവിങ് ടു ഗോ ഓൺ ബിവിൽഡേഴ്സ്. അങ്ങനെ ജീവിതം എന്ന് പറയുന്ന റിയാലിറ്റിയിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ലൈക്ക് എ ന്യൂ ത്രെഡ്, എ ലോങ് ന്യൂ ത്രെഡാണ്. അവിടെയും ലോങ് ഉപയോഗിക്കുന്നുണ്ട്, പുതിയ ഒരു ന്യൂ ത്രെഡ്. അതെന്താ ചിലപ്പോൾ ഫെമിലിയർ ആവാത്തതുണ്ടാവും. അവിടെയും സിമിലർ ആണ്. ലൈക്ക് എ ലോങ് ന്യൂ ത്രെഡ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദ പിക്ചർ സീക്വൻസ്, ആ ജീവിതത്തിൻ്റെ ചിത്രം അല്ലെങ്കിൽ ജീവിതമാകുന്ന ചിത്രത്തിലേക്ക്. വെർ നൗ ഹാവിങ് ടു ഗോ ഓൺ ബിവിൽഡേഴ്സ് അസ്, ആ റിയാലിറ്റി എന്ത് ചെയ്യാണ്? നമ്മളെ ബിവിൽഡേഴ്സ് മീൻസ് കൺഫ്യൂസ്ഡ് അസ്. ഇതിൽ ഇത്രയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ നീളമുള്ള ചരട് എന്ന പോലെ അവർ ജീവിത ചിത്രങ്ങളിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അവിടെ ഭാവിയെപ്പറ്റി ഓർത്ത് അവർ ആകെ വിഷമിച്ചു. കാരണം എന്താണ്? കാരണം ഭാവിയെ നേരിടാനായി അവർ തയ്യാറായിരുന്നു. ഞങ്ങളും മാർട്ടിന്മാരെ പോലെ ആയിരുന്നു. മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദേ ആർ നോട്ട് റെഡി ടു കോപ്പ് അപ്പ് വിത്ത് ദി റിയാലിറ്റീസ് ഓഫ് ലൈഫ്. ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മളെ റെയിൽക്ക് എന്താണ്? നോട്ട് അറ്റ് ഓൾ റെഡി ടു കോപ്പ് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ ഹി ഫേസ്ഡ് ഇൻ ദി ലൈഫ് സ്പാൻ. അപ്പം നമ്മൾ പറയാറില്ലേ, ഇപ്പം ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ഇൻസിഡൻറ്റും നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അൺകോൺഷ്യസ് മൈൻഡിലുണ്ടാവും. മനസ്സിലായില്ലേ? അത് നമുക്ക് ഓരോ സമയത്തും പ്രവർത്തിക്കും. അപ്പം അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരൊന്ന് സംസാരിച്ച് നമുക്ക് മനസ്സിലാവും അയാളുടെ ചൈൽഡ്ഹുഡ് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു എന്നുള്ളത്. ആ ഒരു ബുദ്ധിമുട്ടേറിയത് അവരുടെ ജീവിതം ഉടനീളം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ പോയമിലൂടെ പറയുന്നത്. അയാൾക്ക് നമ്മളെ പോയറ്റിന് എന്തിട്ടില്ല, ഒരു ഹാപ്പി അല്ലെങ്കിൽ കെയർ ഫ്രീ ചൈൽഡ്ഹുഡ് കിട്ടിയില്ല. സാധാരണഗതിയിൽ എല്ലാവർക്കും കിട്ടുന്ന പോലത്തെ ഒരു ലൈഫ് ആർക്ക് കിട്ടിയിട്ടില്ല, നമ്മളെ പോയറ്റിന് കിട്ടിയിട്ടില്ല. ആ ഒരു വിഷമമാണ് ഇതിലൂടെ പറയുന്നത്. പാസേജ് ഓഫ് ടൈം ആൻഡ് ടൈഡ് നോട്ട് വെയിറ്റ് ഫോർ എനി വൺ അല്ലേ. അപ്പം അത് വേണമെങ്കിൽ എഴുതി വെക്കണേ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ. സമയവും തിരമാലയും ആരെയും വെയിറ്റ് ചെയ്യില്ല. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ, ആരെയും. അതാണ് ഇതിൻ്റെ ഒരു തീം. പാസേജ് ഓഫ് ടൈം, ലോസിങ് ഓഫ് ചൈൽഡ്ഹുഡ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. സിമ്പിൾ അല്ലേ, വലിയ പ്രശ്നം. 2 സിമിലി എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയേ. ആൻഡ് ബിക്കെയിം എ ലോൺലി ആസ് ഷെപ്പേർഡായിട്ട് കമ്പയർ ചെയ്യും. ഷെപ്പേർഡിനെ പോലെ ലോൺലി ആയി ബിക്കോസ് ഓവർ ബേർഡൻഡ് ബൈ വാസ്റ്റ് ഡിസ്റ്റൻസ്. അതായത് ഷെപ്പേർഡിൻ്റെ പ്രശ്നം ഓവർ ബേർഡൻഡ്, അത് നമുക്ക് ബേർഡൻ ചെയ്യുമ്പോൾ അപ്പുറത്തേക്കുള്ള അത്രയും ഡിസ്റ്റൻസിലാണ് ആട്ടിടേനെ ഒറ്റയ്ക്കുള്ളത്. സമ്മൺ ആൻഡ് സ്റ്റിയേർഡ് ഫ്രം എ ഫാർ അവേ, പെട്ടെന്ന് അവർ ആൻഡ് സ്ലോലി ലൈക്ക് എ ലോങ് ന്യൂ ത്രെഡ്, പെട്ടെന്ന് അവർ ജീവിതമാകുന്ന റിയാലിറ്റിയിലേക്ക് അവർ വിളിക്കുമ്പോൾ, അവർ ലോൺലി ആയിട്ട് ഒരു സ്ഥലത്ത് ആട്ടിനെ പോലെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു റിയാലിറ്റിയിലേക്ക് വിളിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദ പിക്ചർ സീക്വൻസ്, ആ ജീവിതമാകുന്ന പിക്ചർ സീക്വൻസിലേക്ക് വിളിക്കുമ്പോൾ വെർ നൗ ഹാവിങ് ടു ഗോ ഓൺ ബിവിൽഡേർഡ് അസ് ദാറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഹോണ്ട് അസ് ദാറ്റ് ഡിഡ്ന്റ് അലോ അസ് ടു ലീഡ് എ ഹാപ്പി ലൈഫ്. ഇത്രയാണ് ഈ പോയമിൽ പറയുന്നത്. സിമ്പിളാണ്. നിങ്ങൾ എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കട്ടെ. താങ്ക് യു.